ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ ആ സംശയങ്ങൾ ഇങ്ങനെയല്ല, ഇത് ഞങ്ങൾ അവിടെ പോയി ഇത് പരിശോധിച്ചു, മഹാദേവപുരിയിൽ ഞങ്ങൾ പോയി പരിശോധിച്ചു, ഇത് പറയുന്നത് ശരിയല്ല, ഇതൊരു അബദ്ധമാണ്, ഇങ്ങനെ വോട്ട് ചെയ്തിട്ടില്ല, ഇനി പിപ്രയിൽ പോയി പരിശോധിച്ചു, ഇതിങ്ങനെ പറയുന്നത് ശരിയല്ല, ഇത് ഞങ്ങൾ നേരിട്ട് പോയി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞില്ലല്ലോ, ആരെങ്കിലും അവിടെ വിട്ടുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ വലിയ സംശയങ്ങൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് രംഗവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും പ്രതിപക്ഷം നടത്തുന്നത് വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്. ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു നീക്കം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യ സംവിധാനത്തിൽ ശരിയാണോ എന്ന സംശയം ജനങ്ങൾക്കുണ്ടാകും. അത് തള്ളിക്കളയാനാകാത്ത സംശയം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടരാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം TN ശേഷനെ പോലെയുള്ള ആളുകൾ പ്രവർത്തിച്ച അല്ലെങ്കിൽ TN ശേഷനെ പോലുള്ള ആളുകൾ ഇരുന്ന കസേരയിലാണ് ജ്ഞാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ ഇരിക്കുന്നത്. ആ ബോധം ജ്ഞാനേഷ് കുമാറിനുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.